വീട്ടിൽ പോലീസ് എത്തിയതിന് പിന്നാലെ PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. BJP നേതാക്കൾക്കൊപ്പം PC എത്തിയത് ഈരാറ്റുപേട്ട കോടതിയിൽ. PCയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത് പോലീസിന്റെ നാടകമെന്ന് BJP. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സർക്കാരിന് ആശ്വാസം. നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ആശമാരുടെ സമരത്തിന്റെ 15ാം നാൾ ഗുരുതര അധിക്ഷേപവുമായി CPM. പിന്നിൽ ചില അരാജക സംഘടനകളാണെന്ന് ദേശാഭിമാനി ലേഖനം എഴുതിയ എളമരം കരീം. പൊമ്പിള ഒരുമ സമരത്തിന്റെ തനിയാവർത്തനമെന്ന് വിമർശനം. സർക്കാർ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് സമരസമിതി. പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ. സിനിമാ സമരത്തിന് താരസംഘടന അമ്മയുടെ പിന്തുണയില്ല. പ്രതിഫലം കുറയ്ക്കുന്നതിൽ തുറന്ന ചർച്ചയാകാമെന്നും താരങ്ങൾ. ഫിലിം ചേംബർ യോഗം കൊച്ചിയിൽ. പിന്തുണ തേടി നിർമ്മാതാക്കൾ. സിനിമാ മേഖലയെ സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി വേണ്ടെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ശശി തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുല്ലപ്പള്ളി രാമചന്ദ്രനും. സംസ്ഥാനത്ത് LDFന് ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം, ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം. ഐക്യത്തോടുകൂടി തന്നെ കോൺഗ്രസ് പോകും. ശശി തരൂരിനെതിരെ നടപടിയുണ്ടാകില്ല. വിമർശിച്ചതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തില്ലെന്ന് KC വേണുഗോപാൽ. ചെറിയ പ്രശ്നങ്ങളെ വലുതായി ഉയർത്തിക്കാണിക്കുന്നതായും KC. തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം 3ാം ദിനത്തിൽ. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയും. വെല്ലുവിളിയായി തുരങ്കത്തിൽ കെട്ടിട ഭാഗങ്ങളും ചെളിയും.